ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ നമ്മുടെ ടെറസ് ഗാർഡൻ ടൂറാണ് കേട്ടോ. നമ്മൾ പലതരത്തിലുള്ള ടൂറുകൾ കണ്ടിട്ടുണ്ട്. ഹോം ടൂറ്, ബെഡ്റൂം ടൂറ്, അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്നൊരു ടെറസ് ഗാർഡൻ ടൂറ് നോക്കാം കേട്ടോ. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് കോളിഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ ക്യാബേജിൻ്റെയും ചെടികളാണ് കേട്ടോ. ഇതൊക്കെ ക്യാബേജിൻ്റെ ചെടികളാണ്. ഈ കാണുന്നത് കോളിഫ്ലവറിൻ്റെ ചെടികളാണ്. പൂവായി വരുന്നുണ്ട് കേട്ടോ കോളിഫ്ലവറിൻ്റെ. ഇങ്ങ് അറ്റം വരെ കോളിഫ്ലവർ തന്നെയാണ്. ഇത് കണ്ടില്ലേ, നല്ല കരുത്തോടെ തന്നെ വരുന്നുണ്ട് ചെടികൾ. ഇത് കുപ്പിയിലാണ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് നമുക്ക് പലചരക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അതിലൊക്കെ നന്നായിട്ട് തന്നെ കോളിഫ്ലവർ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഷമാമാണ്. നമ്മൾ കിച്ചൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കമ്പോസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു കുരു മുളച്ച് വന്നതാണത് കേട്ടോ. പിന്നെ ഈ സാധനം എന്താണെന്നറിയില്ലേ? ഇതാണ് ഞൊട്ടാഞ്ഞൊടി എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഇവിടെ അതാ പറയുക. മാർക്കറ്റിലൊക്കെ നല്ല റേറ്റാണെന്നാണ് കേൾക്കുന്നത്. നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണിത് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് വെള്ളരിയാണ് കേട്ടോ. ഇതും കമ്പോസ്റ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് മാറ്റി ഒരു ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് തെർമോക്കോളിൻ്റെ പെട്ടിയാണ്, അതിലാണിത് വെച്ചിരിക്കുന്നത്. അതിൽ കോളിഫ്ലവറിൻ്റെ ചെടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് കുക്കുംബറാണ് കേട്ടോ. അതാ ഒന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്, ഒരു കായ അതിൽ പിടിച്ചിട്ടുണ്ട്. കുക്കുംബറിൻ്റെയാണ് ഈ കാണുന്നത്. അതും ഈ തെർമോക്കോളിൻ്റെ പെട്ടിയിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വെള്ളരി തന്നെയാണ്. ആ വേസ്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഓയിൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോട്ടിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മാക്സിമം കയ്യിൽ കിട്ടുന്ന എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഞാൻ കൃഷി ചെയ്യണത് കേട്ടോ. ഇതും വെള്ളരി തന്നെയാണ്. അത് നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ചാക്കില്ലേ, ആ ചാക്കിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ കൈപ്പയ്ക്ക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കിട്ടുന്ന ആ പെട്ടിയില്ലേ, ആ പെട്ടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്ത് പൊട്ടി മിക്സൊക്കെ നിറച്ചിട്ട് അതിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കൈപ്പയ്ക്ക തൈയാണ് വരുന്നത്. ഇതും കൈപ്പയ്ക്ക തൈ തന്നെയാണ്. ഫ്രൂട്ട്സിൻ്റെ പെട്ടിയിൽ ആണ് അവിടെ വരുന്നത്. ഒരു 4-5 ഫ്രൂട്ട്സിൻ്റെ പെട്ടിയിലായിട്ട് കൈപ്പയ്ക്ക തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോവയ്ക്കയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ് പിടിച്ചിട്ടുണ്ട്. ഇതിന് ഈ നെറ്റിലാണ് പടർത്തി വിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോട്ടിലാണ് കോവയ്ക്കൻ്റെ തൈ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ ചീര. എൻ്റെ മിക്കവാറും ഏത് ചെടികളിൽ നോക്കിയാലും ചീരത്തൈ ഉണ്ടാവും. കാരണം നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച മണ്ണ് തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ചീര വിത്ത് അതിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് ചെടി എടുത്ത് നോക്കിയാലും അതിലെല്ലാം ചീര ഉണ്ടാവും കേട്ടോ. ഏത് ചട്ടി നോക്കിയാലും അതിലെല്ലാം ചീര ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കമ്പോസ്റ്റിൽ നിന്ന് മുളച്ച് വന്നിട്ടുള്ള വെള്ളരിക്ക തൈകളാണ് കേട്ടോ. പിന്നെ ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് കൊടുത്താണ്. നമ്മുടെ വീട്ടാവശ്യത്തിന് വാങ്ങിച്ചിട്ടുള്ള ചെറിയുള്ളി മുളച്ച് വന്നു. അപ്പോൾ ഞാൻ കുറേ ഇതുപോലെ ഓയിലിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ പോട്ടി മിക്സ് നിറച്ചിട്ട് വെച്ച് കൊടുത്താണ് നല്ല രീതിയിൽ തന്നെ അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ആയിട്ട് പയറ് ചെടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പയറ് ചെടി, വഴുതനങ്ങ ചെടിയൊക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വഴുതനങ്ങ ചെടിയാണ്, പച്ച കളറുള്ള വഴുതനങ്ങയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പൂവും കായും ഒക്കെ ഉണ്ടാവുന്ന ചെടിയാണിത്. നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ കായ് പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. നിറയെ പൂവുണ്ട്, അതുപോലെ തന്നെ കായും പിടിച്ച് വരുന്നുണ്ട്. ഈ ഭാഗത്ത് പയറാണ്. ഇതിൽ കുറ്റിപ്പയറുണ്ട്, അതുപോലെ തന്നെ വള്ളിപ്പയറുണ്ട്. ഇത് കുറ്റിപ്പയറാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കായ് ഉണ്ടാവുന്ന പയറാണ് കുറ്റിപ്പയർ. ഇതിലും നല്ല രീതിയിൽ പൂവൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ച് വരുന്നുണ്ട്. ഇത് മീറ്റർ പയറാണ് കേട്ടോ. വരുന്നേ ഉള്ളൂ, ആയി വരുന്നതേ ഉള്ളൂ. കായ്ച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കുറ്റിപ്പയറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് കുറ്റിപ്പയർ. ഇതും നഴ്സറിയിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ട്
നമ്മൾ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഈ ഭാഗത്ത് കംപ്ലീറ്റ് പയറാണ്, 2 സൈഡും പയറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ സൈഡും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും പയറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് തക്കാളിയാണ് കേട്ടോ. തക്കാളി നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല പോലെ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ കൊടുക്കുന്ന വളം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടാൽ മതി കേട്ടോ. നല്ല രീതിയിൽ തന്നെ കായ് പിടിച്ചിട്ടുണ്ട് തക്കാളി. ഇതിന് ഞാൻ ഒരു കയറ് ആണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്, താഴേക്ക് വീണ് പോകാതിരിക്കാനായിട്ട് കേട്ടോ. പന്തലിടാനുള്ളൊരു സൗകര്യം ഇല്ല, അല്ലെങ്കിൽ കോല് കുത്തി കൊടുക്കുമ്പോൾ അതൊക്കെ ഈ തക്കാളിൻ്റെ കനം കാരണം ചെരിഞ്ഞു പോവുകയാണ്. ഇത് പാലക്കാണ് കേട്ടോ. പാലക്കിൻ്റെ ചെടിയാണ് ഈ കാണുന്നത്. 2 പോട്ടിലാണ് പാലക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഇലകൾ പറിച്ചിട്ടില്ല കേട്ടോ. പച്ചമുളകാണ്, എൻ്റെ പച്ചമുളക് കുരുടിച്ചിട്ടുണ്ട്, അതിന് ട്രീറ്റ് ചെയ്യണം. ഇത് കാണുന്നത് ബീൻസാണ് കേട്ടോ. ബീൻസ് വിത്ത് മുളപ്പിച്ചിട്ട് വരുന്നതാണിത്. ആയി വരുന്നുണ്ട്, അതിൽ പൂക്കുന്നേ ഉള്ളൂ കേട്ടോ, പൂത്ത് തുടങ്ങിയിട്ടില്ല, പൂക്കുന്നേ ഉള്ളൂ. ഒരു 2-3 ഗ്രോ ബാഗിലായിട്ടാണ് പയറ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലെപ്പോഴത്തേക്കും കണ്ടില്ലേ ഒരു ലേഡി ബഗ്. ഒരു 3-4 ചെടിയായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രോ ബാഗിൽ 4 ചെടി ആയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയാണ്. ഇത് നമ്മുടെ മുമ്പിൽ വീഡിയോസിലൊക്കെ നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെ വെണ്ടയ്ക്കയാണ് ഉള്ളത്, അതിന് കൊടുക്കുന്ന വളം എന്താണെന്നൊക്കെ നമ്മളിതിന് മുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഒരു 2 റോയിലായിട്ടാണ് വെണ്ടയ്ക്ക വെച്ചിരിക്കുന്നത്. ആനക്കൊമ്പൻ വെണ്ടയും അർക്ക ഇനത്തിൽപ്പെട്ട ഒരു വെണ്ടയും അതുപോലെ തന്നെ ചുവന്ന വെണ്ടയാണ് നമുക്കുള്ളത് കേട്ടോ. ഇതൊക്കെ വെണ്ടയാണ്. അതിൻ്റെ ഇടയിൽ ആ ഞൊട്ടാഞ്ഞൊടിയനെ കാണാൻ പറ്റും. ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ അതിൽ കൂടെ മുളച്ച് വരുന്നതാണ് ഈ ഞൊട്ടാഞ്ഞൊടി. അപ്പോൾ അത് കളയാൻ മനസ്സ് വരാത്ത കാരണം അതങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതൊന്ന് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. ഇത് കൊത്തമര തൈയാണ് കേട്ടോ. ഒരു 3-4 കൊത്തമര തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു തോരൻ ആവശ്യമായിട്ടുള്ള കൊത്തമര കിട്ടും കേട്ടോ. ഞാനൊരു 3-4 ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കൊത്തമര. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ ഗാർഡൻ, എൻ്റെ പച്ചക്കറി കൃഷിയും ചെടികളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് സമയം അതുപോലെ തന്നെ ചെയ്യാനുള്ളൊരു മനസ്സും, അത്രയും മതി നമുക്ക് ഇതുപോലൊരു പച്ചക്കറി കൃഷി അല്ലെങ്കിൽ ഒരു തോട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ മക്കൾക്ക് വിഷമില്ലാത്ത, മാക്സിമം വിഷമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്, അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് രണ്ടും വേറെയാണ് കേട്ടോ. നമുക്കിന്ന് മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും വാങ്ങാൻ കിട്ടും, പക്ഷേ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, അപ്പോഴേ അത് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു തോട്ടം ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ.